ഹലോ കൂട്ടുകാരെ, ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഞണ്ട് കറി ഉണ്ടാക്കിയാലോ? നമുക്ക് നോക്കാം. ഞണ്ട് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്, കഴുകി ശരിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി, പിന്നെ 2 തക്കാളി, ഇത്രയാണ് നമുക്കിതിൽ ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വെളിച്ചെണ്ണ നല്ലോണം ചൂടാവുന്നുണ്ട്. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് പയ്യനെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. സവാള പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കണം. സവാള നല്ലോണം ഒരുവിധം വഴന്നു വരുന്നവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇളക്കി കൊടുത്ത് മഞ്ഞൾപ്പൊടി, അതിലേക്ക് ആവശ്യമായ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി നന്നായി ഇളക്കി കൊടുക്കാം. കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് പെരിഞ്ജീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. ഞണ്ടെല്ലാം പാകത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ചിട്ടുണ്ട്. അത് വേകട്ടെ. അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് ഞണ്ട്. നല്ലോണം വേവണം. ഒന്നുകൂടി മൂടി വയ്ക്കാം. ഞണ്ടിൻ്റെ വെള്ളമൊക്കെ വറ്റണം. നല്ലോണം ഇളക്കണം. നമുക്കിപ്പോൾ ഇത്തിരി കുരുമുളക് പൊടി തൂവി കൊടുത്തിട്ടുണ്ട്.
അതിനുശേഷം നമുക്ക് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് 2 കറിവേപ്പിലയുടെ തണ്ട് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കാം.